ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് മത്തി പീര പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് മത്തി ഇട്ടിട്ടുണ്ട്. നമുക്കിതെങ്ങനെ പീര പറ്റിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ മത്തിയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ തേങ്ങ ചിരവിയത്, തക്കാളി, ഉള്ളി, പച്ചമുളക്. ഞാനിവിടെ സവാള എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ പൊടിയായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം വേണമെങ്കിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു കഷ്ണം പുളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വാളംപുളിയാണ് ചേർത്തത്. അപ്പോൾ കുടംപുളി ഇട്ട് ചേർക്കുന്നവർക്ക് അത് ചട്ടിയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ അരപ്പെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ചേർക്കുന്ന ടൈമിൽ കുടംപുളി ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരപ്പെല്ലാം നല്ലതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ കൈകൊണ്ട് തന്നെ ഞെവിടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയും കൂടെ കിട്ടും. അപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത്. നമ്മൾ പീര പറ്റിക്കുന്നതിനെ കൊണ്ട് ഒത്തിരി വെള്ളം പാടില്ല. അപ്പം അത്യാവശ്യം മീൻ വേവാനുള്ള വെള്ളം മാത്രമേ പാടുള്ളൂ. അപ്പം ഞാൻ ഇത്രയും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് അടുപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ചെറിയൊരു തിള വരുമ്പോൾ നമ്മളൊന്ന് നോക്കണം. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് മീൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ അരപ്പെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷം പിന്നെ ഇളക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കിന് മീനൊക്കെ ഉടയും. അപ്പോൾ ഞാനിവിടെ എല്ലാ മീനും ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ ഇതിപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും കൂടി തളിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇനി നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ ഞാൻ കടുകിൻ്റെ കൂടെ ഉലുവയും കൂടി ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഉലുവപ്പൊടി ചേർത്തവരാണെങ്കിൽ ഇപ്പം ഉലുവ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഉലുവപ്പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഉലുവയും കൂടെ വറുക്കുന്നത്. കറിവേപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ അതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മീൻ പീര പറ്റിച്ചതെന്നോ തോരനെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.